കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എന്റെ മകനെ കണ്ടെത്താൻ സാർ എന്നെ സ്വന്തം പെങ്ങളായി കരുതി ഒപ്പമുണ്ടാകണം. നീണ്ടകരയിൽ ബോട്ട് മറിഞ്ഞ് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണ എന്ന പ്രിയപ്പെട്ട മകനെ ഓർത്ത അമ്മ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ആ വാക്കുകൾ എന്നെ വല്ലാതെ പിടിച്ചു വെച്ചു. ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഒരു സഹോദരനായി ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. എന്റെ സ്വന്തം പെങ്ങളായി കരുതിയിരിക്കുന്നു ഈ ചേട്ടൻ. നിങ്ങളുടെ കൂടെ തന്നെ കാണും. ആ മകനെ തിരികെ കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് ആ കുറിപ്പ് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ പ്രതീക്ഷയാണ് ഏറ്റവും വലുത്. ഭരണകൂടത്തിന്റെ കരുത്തും നമ്മുടെ കൂട്ടായ പ്രാർത്ഥനയും ഒത്തുചേരുമ്പോൾ ആ കുട്ടി തിരികെ വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മയുടെ കണ്ണീരൊപ്പാൻ അവസാന ശ്വാസം വരെയും ഞാൻ ഒപ്പമുണ്ടാകും. പ്രതീക്ഷ കൈവിടില്ല, നമ്മൾ പോരാടും എന്ന്. നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള തടസ്സം നീങ്ങി. നേവിയുടെ കപ്പലെത്തി ദ്രുതഗതിയിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൽ രേഷ്മയും നേരത്തെ നമ്മളോട് നന്ദി അറിയിച്ചു. വളരെയധികം പ്രതീക്ഷയിലാണ്, ഭയങ്കര ഒരു സമാധാനത്തിലാണ് എത്തിച്ചേർന്നല്ലോ എന്നുള്ളത് വളരെയധികം സമാധാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സുരേഷ് ഗോപി സാറിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. ഇതൊക്കെ കാണുമ്പോൾ ചിലർക്കൊന്നും തന്നെ സഹിക്കത്തില്ല. പല രീതിയിൽ പലതരത്തിൽ കുരുക്കൾ പൊട്ടുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതും സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോ, അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. സുരേഷ് ഗോപി സംഖ്യയാണ്. സുരേഷ് ഗോപി ഞങ്ങൾ അംഗീകരിക്കത്തില്ല. അങ്ങേരത്തു രാജാവ്, അങ്ങേര് തമ്പ്രാൻ, അങ്ങനെ അത് ഇത് മറ്റത് മറിച്ചത്, ഒരു മനുഷ്യസ്നേഹമില്ലാത്തത്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികളാണല്ലോ കേരളത്തിൽ പല ഇതെന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ കാണുന്നുണ്ടോ എന്നതാണ് എന്റെ ഒരു പ്രത്യേകതരം ചോദ്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്നവരെ വേണം ജയിപ്പിച്ചു വിടാൻ എന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. ആ അമ്മയുടെ വാക്കുകൾ സുരേഷ് ഗോപി ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, അത് സുരേഷ് ഗോപി പാലിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി. അതാണ് ആ അമ്മയുടെ വാക്കുകളിലെ ആ ഒരു സമാധാനത്തോടു കൂടിയുള്ള ആ ഒരു സംസാരത്തിൽ നിന്നും, ആ ഒരു ആശ്വാസകരമായിട്ടുള്ള ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് വെറും വാക്കല്ല പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുമെന്ന് തെളിയിച്ചു കാണിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര പേരാണ് ഈ പറയുന്ന തോതിൽ കേരളത്തിൽ നിന്നൊക്കെ തന്നെ ജയിച്ച് അങ്ങ് പാർലമെന്റിലേക്കൊക്കെ തന്നെ പോയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ എത്ര പേരുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ കൂടെ നിൽക്കാനും ഓരോ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനും ഒക്കെ തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ചുമ്മാ വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രവർത്തിച്ചും കൂടി കാണിക്കണം. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാവണം. അതെന്തായാലും സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിപ്പോഴൊന്നല്ല, മുന്നേ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി സംഖ്യ ആയതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും തന്നെ അത് ദഹിക്കത്തില്ല, ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് സുരേഷ് ഗോപി എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് ഇഷ്ടപ്പെടാത്ത, ദഹിക്കാത്ത കുറേ പേരുണ്ട്. സുരേഷ് ഗോപി ഇനിയിപ്പോൾ തോപ്പിക്കാനായിട്ട് തുനിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ തന്നെ ഇതൊക്കെ കാണണം. യഥാർത്ഥത്തിൽ അങ്ങേര് ജനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും നല്ലൊരു ജനപ്രതിനിധിയെ തന്നെയാണ് നിങ്ങൾ ജയിപ്പിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് എടുത്തു പറയാം. രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, ഇതിൽ രാഷ്ട്രീയം വയ്ക്കേണ്ട ഒരാവശ്യമില്ല. ചെയ്തത് നല്ലതാണോ, നല്ലതെന്ന് തന്നെ പറയണം. അതിലും കുരുപൊട്ടിക്കാൻ വരുന്നവരെ ശരിക്കും പറഞ്ഞാൽ അന്തമായിട്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, ഇതാണ് ജനപ്രതിനിധി, ഇതാവണം ജനപ്രതിനിധി. കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും ഒക്കെ തന്നെ പല രീതിയിൽ പല തരത്തിൽ തനിക്കെതിരെ ഓരോരുത്തർ ഉന്നയിക്കുമ്പോൾ പോലും, രാഷ്ട്രീയ വിരോധം വെച്ച് ഓരോരുത്തർ ഉന്നയിക്കുമ്പോൾ പോലും തന്റെ കർത്തവ്യങ്ങൾ അത് കൃത്യവും വ്യക്തവുമായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ MP ആണ്. ആ സുരേഷ് ഗോപി ബാക്കിയുള്ളിടത്തുള്ള കാര്യങ്ങൾ തിരക്കുന്നു, അന്വേഷിക്കുന്നു, സഹായങ്ങൾ നൽകുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യത്വം. തന്നെ എന്തൊക്കെ പറഞ്ഞാലും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒപ്പം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ഉറപ്പ്, അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിയിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഒരുപാട് പേര്, അതായത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് പേര് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വെറുതെ വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും ചെയ്ത് കാണിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.